അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരിതബാധിതരോട് സർക്കാരിന്റെ അവഗണന. ഒരു മാസം പിന്നിടുമ്പോഴും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അടിയന്തര സഹായമായി നൽകിയ 15,000 രൂപ മാത്രമാണ് ലഭിച്ചത്. മരിച്ച ബിജുവിന്റെ മകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സഹായവും ലഭിച്ചില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് സഹായം നൽകേണ്ടതെന്ന വാദമുയർത്തി കൈയൊഴിയുകയാണ് സർക്കാർ. നാളെ വരെ പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. 26 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അന്ന് നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ കോൺട്രാക്ടറും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ 15,000 നൽകി. അതുകൂടാതെ മരണപ്പെട്ട ബിജു ചേട്ടൻ്റെ കുടുംബത്തിന് അതുപോലെ ആ കുട്ടിയുടെ ആവശ്യങ്ങൾക്കായിട്ട് 1,00,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. അത് നൽകിയിട്ടില്ല. സത്യത്തിൽ ആ കുടുംബങ്ങളെല്ലാം വളരെ സങ്കടകരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇത് എഴുതുവരും കിട്ടിയില്ല. 15 രൂപ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ എത്തുള്ളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവർ വാടക കൊടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ പറയണു. പക്ഷെ എപ്പോൾ ചെയ്യില്ലോ എന്ന് നമുക്കറിയാൻ പാടില്ല. എനിക്ക് കിടക്കാൻ വീടില്ല. കിടക്കണ്ട എവിടെയെങ്കിലും നമുക്ക്. ഞാൻ പറഞ്ഞതാ മോനെ, അവിടെ നിന്ന് എന്നെ ഇറക്കി വിടല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നോളാം, ഞാൻ അവിടെ കിടന്ന് മരിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. അന്നേരം കയ്യെ പിടിച്ച് ഇറക്കി കൊണ്ടുപോകുന്നതാ. രാഹുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഈ ഇവരോട് എന്തിനാണ് ഈ സർക്കാർ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കുന്നത്? ദേശീയപാത അതോറിറ്റിയിലല്ലോ, സംസ്ഥാന സർക്കാർ കൂടി ഉറപ്പ് കൊടുത്തില്ലേ? അവരുടെ ഈ സംഭവം നടന്നിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ഇപ്പോഴും അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു മോഹ വാഗ്ദാനങ്ങളെല്ലാം നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 25,000 രൂപ നൽകാം, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാം, ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് വാടകയും ആ വീടിന് വേണ്ട അഡ്വാൻസ് നൽകാം, മരിച്ച ബിജുവിന്റെ മകൾക്ക് 1,00,000 രൂപ നൽകാം. ഇങ്ങനെ കുറെ അധികം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇതൊന്നും ഒരു മാസം നൽകിയത് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ? അതെ അരുൺ, മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. NHI ഇടപെട്ടുകൊണ്ട് ഈ സഹായങ്ങൾ നൽകും എന്നായിരുന്നു പറഞ്ഞത്. NHI കൊണ്ട് ആ പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉറപ്പ് കൊടുത്ത് ആ പണം കൊടുക്കുക എന്നുള്ളതാണ്. ദുരിതബാധിതരെ സഹായിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. താങ്ക് യു രാഹുൽ.